60 വയസ്സിനും മുകളിൽ പ്രായമുള്ള ആൾക്കാർ അവരുടെ ഓവറോൾ ഹെൽത്ത് മെച്ചപ്പെടുത്താനും അസുഖം വരാതിരിക്കാനും കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത്. പക്ഷെ അവർ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സപ്ലിമെൻറ്റ്സ് കാരണം തന്നെ അവർക്ക് മറ്റ് തരത്തിലുള്ള അസുഖം വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ 60 വയസ്സിലും മുകളിൽ പ്രായമുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അവർ ഒഴിവാക്കേണ്ട, അതായത് അവോയ്ഡ് ചെയ്യേണ്ട സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി US നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീനെ കുറിച്ച് പറയാം. 3500ഓളം 60 വയസ്സിലും കൂടുതൽ പ്രായമുള്ള ആൾക്കാരെ 3 കൊല്ലത്തോളം സ്റ്റഡി ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചത് 70% കൂടുതൽ പേര് ഒരു തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻ്റെങ്കിലും കഴിക്കുന്നുണ്ടായിരുന്നു. 54% കൂടുതൽ പേര് 2ൽ കൂടുതൽ സപ്ലിമെൻറ്റ്സ് സ്ഥിരമായി കഴിക്കുന്നവരാണ്. സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 29% പേരും 4ൽ കൂടുതലോ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ ഏറ്റവും കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സപ്ലിമെൻറ്റ്സ് ഒന്ന് മൾട്ടിവൈറ്റമിൻസ് ആയിരുന്നു, രണ്ടാമത്തത് വൈറ്റമിൻ ഡിയും, മൂന്നാമത്തത് omega-3 ഫാറ്റി ആസിഡ് സപ്ലിമെൻറ്റ്സ് ആണ്. പക്ഷേ ഈ പറയുന്ന വൈറ്റമിൻസ് ഒന്നും സ്ഥിരമായി കഴിക്കുന്നതിനെ കൊണ്ട് അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടെന്ന് പറയുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രായം 60 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന സപ്ലിമെൻറ്റ്സ് ചിലത് ഒഴിവാക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ്. അതിൽ ആദ്യം പറയാനുള്ളത് കാൽഷ്യത്തിനെ കുറിച്ചാണ്. കാൽഷ്യം സപ്ലിമെൻറ്റ്സ് നമ്മളുടെ ബോൺസിനും നമ്മളുടെ ബോഡി സ്ട്രെങ്ത്തിനും ഒക്കെ അത്യാവശ്യം വേണ്ടതാണ്. പക്ഷേ കാൽഷ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലാതെ അതിന് എഡീഷണലായി അതിന് പുറമേ നമ്മൾ വേറെ തന്നെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് കാൽസിഫിക്കേഷൻ ഉണ്ടാവാമെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ശരീരത്തിൽ സ്റ്റോൺ ഫോർമേഷൻ നടക്കാം. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് കൂടുതൽ ഡോസിലുള്ള കാൽഷ്യം ഭക്ഷണം കഴിച്ചതിന് പുറമേ കഴിക്കുകയാണെങ്കിലാണ്. എല്ലാവർക്കും സ്റ്റോൺ ഫോം ചെയ്യാനുള്ള കഴിവ് ഒരേപോലെയല്ല. പക്ഷേ ചില ആൾക്കാർക്ക് സ്റ്റോൺ ഫോർമേഷൻ ചാൻസസ് കൂടുതലാണ്. ഇത്തരത്തിലുള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ ഡോക്ടർ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ പോലും കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗുളിക കഴിക്കുന്ന പോലെ കാൽഷ്യം ഗുളികകൾ കഴിക്കാതിരിക്കുക. പോരാത്തതിന് അവർക്ക് സ്റ്റോൺ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടിയും വരും. കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ആയിട്ട് കഴിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ കാൽഷ്യം കിട്ടുകയാണെങ്കിൽ അത് നിർബന്ധമാണ്, അത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഭക്ഷണത്തിലൂടെ കിട്ടുന്ന കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെക്കൊണ്ട് തന്നെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവാം, അതിനെക്കൊണ്ട് സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവാമെന്നാണ് പറയുന്നത്. അമേരിക്കൻ സൊസൈറ്റി ഓഫ് നെഫ്രോളജിസ്റ്റ് 6000 ആൾക്കാരെ സ്റ്റഡി ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചത് ഭക്ഷണത്തിൽ ആവശ്യത്തിനനുസരിച്ച് കാൽഷ്യം കിട്ടിയിരുന്ന ആൾക്കാർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും കിഡ്നി സ്റ്റോൺ ഫോർമേഷനും അതിൻ്റെ സാധ്യത കുറവാണെന്നായിരുന്നു. പക്ഷേ ഇതേ സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ച മറ്റൊരു കാര്യം, ഭക്ഷണത്തിലൂടെ അല്ലാതെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഗുളിക രൂപത്തിൽ കഴിച്ചിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് കൂടുതൽ കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെന്നായിരുന്നു. നമ്മളുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസം മെയിനായിട്ട് നടക്കുന്നത് ഇൻറ്റസ്റ്റൈനിൽ നിന്നും കിഡ്നിയിൽ നിന്നും പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും. അതിന് വൈറ്റമിൻ ഡിന് നല്ലൊരു റോളുണ്ട്. നിങ്ങളുടെ കാൽഷ്യത്തിൻ്റെ അളവ് മെയിനായിട്ട് നിൽക്കേണ്ടത് ബ്ലഡിലല്ല, ബോൺസിലാണ്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥലം, അതായത് ബോണിലേക്ക് പോയി ബോൺസിൽ മിനറലൈസേഷൻ നടത്തി ബോൺസിന് സ്ട്രെങ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെ അളവ് കൃത്യമായി നിൽക്കണം. വൈറ്റമിൻ ഡിൻ്റെ അളവ് നിങ്ങളുടെ ബോഡിയിൽ കൃത്യമായി നിൽക്കണമെങ്കിൽ, നോർമൽ ലെവലിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് സൺലൈറ്റ് എക്സ്പോഷർ വേണം. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കണം. വൈറ്റമിൻ ഡിനെ കുറിച്ചും സൺ എക്സ്പോഷറിനെ കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. ആ വീഡിയോൻ്റെ ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി രണ്ടാമത് പറയാനുള്ളത് അയൺ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ്. അയൺ ടാബ്ലറ്റ്സ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഏതൊരു സ്ത്രീക്കും കൊടുക്കുന്ന മരുന്നാണ്. പ്രഗ്നൻസി ടൈമിൽ സേഫാണ്, അത്യാവശ്യമാണ്. പക്ഷേ എൽഡർലി 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അയണിൻ്റെ ടാബ്ലറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഡോക്ടർ തന്നെ ടെസ്റ്റ് എഴുതി കൊടുക്കാറുണ്ട്. പക്ഷേ ആ ടെസ്റ്റിൽ സിറം അയൺ ആണ് നോക്കാറ്, അതായത് രക്തത്തിൽ എത്ര അയൺ ഉണ്ടെന്നുള്ളത്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അയൺ നമ്മളുടെ ബോഡിയിൽ രക്തത്തിൽ മാത്രമല്ല, അയൺ നമ്മളുടെ ബോഡിയിൽ വേറൊരു രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. ആ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ സ്റ്റോർഡ് ഫോം ഓഫ് അയൺ എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ടെസ്റ്റ് അധിക ഡോക്ടർമാരും എഴുതാറുമില്ല, അധിക ആൾക്കാരും ചെയ്ത് നോക്കാറുമില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന മറ്റൊരു കാര്യം, അയൺ രക്തത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഉണ്ട്. ഈ അയണിലാണ് ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത്.
അയൺ ആണ് സത്യം പറഞ്ഞാൽ ഓക്സിജനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് രക്തത്തിലൂടെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ അർത്ഥം അയണിനും ഓക്സിജനുമായിട്ട് നല്ല എഫിനിറ്റി ഉണ്ട്. അയണും ഓക്സിജനും തമ്മിലുള്ള ഈ അടുപ്പത്തിൻ്റെ മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ അയൺ ഓക്സിഡൈസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് പുറത്ത് കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളവും എയറും ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തുള്ള അയണും ഓക്സിഡൈസ്ഡായി ഒരു തരത്തിൽ തുരുമ്പായി മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ പേര് തുരുമ്പെന്നല്ല, റെസ്റ്റ് അല്ല, ഫ്രീ റാഡിക്കൽസ് എന്നാണ് നമ്മൾ പറയാറ്. ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത് ഒരു തരത്തിലുള്ള ഓക്സിഡേഷൻ റിയാക്ഷനാണ്. പക്ഷേ അത് നടക്കുന്നത് നമ്മളുടെ ബോഡീൻ്റെ ഉള്ളിലാണ്. അയൺ നമ്മളുടെ ബോഡിയിൽ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡീൻ്റെ അകത്ത് കൂടുതൽ ഓക്സിഡേഷൻ്റെ ആവശ്യമില്ല. അയൺ മറ്റ് മിനറൽസുമായിട്ട് കമ്പീറ്റ് ചെയ്യും, പ്രത്യേകിച്ചും മെഗ്നീഷ്യം പോലത്തെ മിനറൽസായിട്ട് ഓക്സിഡേഷന് വേണ്ടി. അതായത് മെഗ്നീഷ്യത്തിനൊന്നും കൃത്യമായി മെറ്റബോളിസം നടക്കാതെ ഇരിക്കുകയും ചെയ്യും, അയണിൻ്റെ ഓക്സിഡേഷൻ കൂടുതലായിട്ട് നടക്കുകയും ചെയ്യും. നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസിന് ഇൻഫ്ലമേഷൻ നടത്താനും അയൺ അത്യാവശ്യമാണ്. അതുമാത്രമല്ല നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള സൂക്ഷ്മാണുക്കൾ, പാത്തജൻസ്, അസുഖം ഉണ്ടാക്കാൻ കഴിവുള്ള രോഗാണുക്കൾക്ക് പോലും അയൺ വേണം അവർക്ക് ജീവിക്കാൻ, അവർക്ക് നമ്മളുടെ ബോഡീൻ്റെ ഉള്ളിൽ സർവൈവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡീൻ്റെ ഉള്ളിൽ അയണിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവാം. നമ്മളുടെ ബോഡിയിലുള്ള അയണിന് ഒരു ഡെലിക്കേറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം. ആ ബാലൻസ് എപ്പം മാറുന്നോ, കുറയാണെന്നുണ്ടെങ്കിൽ എനിമിയ ഉണ്ടാവാം. പക്ഷേ സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ട് അയണിൻ്റെ അളവ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ടും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവാം. അയണിൻ്റെ ഓക്സിഡേഷൻ കാരണം ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ക്യാൻസറുകളും ആൽസിമേഴ്സ് പോലത്തെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡീജനറേറ്റീവ് കണ്ടീഷൻസും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പ്രായം കൂടുതലുള്ള ആൾക്കാർ അയൺ സപ്ലിമെൻറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും അയൺ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഉദാഹരണം ഫിഷും മീറ്റും ലിവർ ഇതൊക്കെയാണ്. പ്രായം കൂടുതലുള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യേണ്ട മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇയും വൈറ്റമിൻ എയും. വൈറ്റമിൻ ഇയും എയും ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നത് കുറയ്ക്കും. നമ്മളുടെ ബോഡിക്ക് ചെറിയ അളവിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് അത്യാവശ്യമാണ്. പ്രോപ്പറായിട്ടുള്ള ഏജിങ് നടക്കാനും ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ നമ്മളുടെ ബോഡിയിൽ നിന്ന് ഒഴിവാക്കാനും ഒക്കെ ഈ പറഞ്ഞ ചെറിയ അളവിലുള്ള സ്ട്രെസ്സ് വേണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ വൈറ്റമിൻസും നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമ്മളുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവുന്നത്. ഇതിനെ നമുക്ക് എൻഡോജിനസ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയാം. അതായത് നമ്മളുടെ ബോഡിയിൽ തന്നെയാണ് ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് എക്സോജിനസ്ലി ആൻറ്റി ഓക്സിഡൻസ് കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നമ്മളുടെ ഓരോരോ കോശങ്ങളുടെ അകത്തും മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മൈറ്റോകോൺട്രിയാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. അതായത് അവിടെയാണ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. മൈറ്റോകോൺട്രിയയുടെ ഡാമേജ് നടക്കുന്ന സമയത്താണ് പലതരത്തിലുള്ള ഡീജനറേറ്റീവ് അസുഖങ്ങളും പലതരത്തിലുള്ള കണ്ടീഷൻസും ഉണ്ടാകുന്നത്. നമ്മളുടെ കോശങ്ങളിലുള്ള മൈറ്റോകോൺട്രിയ സ്ട്രോങ് ആയി നിൽക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ചെറിയ അളവിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ പുറമേ നിന്നും എക്സോജിനസ്ലി വൈറ്റമിൻ ഇയും വൈറ്റമിൻ എ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയിൽ ഈ പറയുന്ന ചെറിയ ഡാമേജ് പോലും നടക്കില്ല. അതായത് മൈറ്റോകോൺട്രിയ സ്ട്രോങ് ആവുന്നില്ല. അതായത് നിങ്ങൾ പുറത്തു നിന്നും സപ്ലിമെൻറ്റ്സ് രൂപത്തിൽ വൈറ്റമിൻ ഇ പ്രത്യേകിച്ചും 400 മുതൽ 500 മില്ലിഗ്രാം ഡോസിലൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയ സ്ട്രോങ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ചെറിയ ഡോസിൽ വൈറ്റമിൻ ഇ കഴിക്കുകയാണെങ്കിൽ അത് ബെനിഫിഷ്യലുമാണ്. ചെറിയ ഡോസ് എന്ന് പറഞ്ഞാൽ 40 മുതൽ 50 മില്ലിഗ്രാം ഒരു ദിവസം. നിങ്ങൾ സ്ഥിരമായിട്ട് സുപ്രാഡിൻ പോലത്തെ മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം വൈറ്റമിൻ ഇൻ്റെ അളവ് ചെറിയ തോതിലേ ഉണ്ടാവുള്ളൂ, ലോ ഡോസസ് ആണ്. അങ്ങനെ കഴിക്കുന്നത് ബെനിഫിഷ്യലാണ്. അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻസിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, അതിലും ചെറിയ ഡോസിലേ വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റായി വെറും വൈറ്റമിൻ എ മാത്രം അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിവർ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. അല്ലാത്ത കണ്ടീഷൻസിൽ വൈറ്റമിൻ ഇയും വൈറ്റമിൻ എയും സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്ന സപ്ലിമെൻറ്റ്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് പറയാനുള്ളത് സോയ് ഐസൊലേറ്റ്സിനെ കുറിച്ചാണ്. സോയ എന്ന് പറഞ്ഞത് വെജിറ്റേറിയൻ സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. സോയ് ഐസൊലേറ്റ്സ് അടങ്ങിയിട്ടുള്ള എന്തൊരു സപ്ലിമെൻറ്റ്സും സ്ത്രീകളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. സോയ് ഐസൊലേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഏതൊരു സപ്ലിമെൻറ്റും സ്ത്രീകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ സോയയിൽ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഈസ്ട്രജൻ ഫീമെയിൽ സെക്സ് ഹോർമോൺ ആണ്. അപ്പോൾ ഈ ഫൈറ്റോ ഈസ്ട്രജൻ ബോഡീൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ ബോഡിയിലുള്ള ഈസ്ട്രജൻ ആണെന്നുള്ള രൂപത്തിൽ അതിനെ മിമിക് ചെയ്യും.
ആർത്തവ വിരാമം, അതായത് മെനോപോസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ സ്ഥിരമായി സോയ ഐസൊലേറ്റ്സ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതും അതിൻ്റെ ഒരു ഡേഞ്ചറസ് ഫോം ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. അടുത്ത സപ്ലിമെൻറ്റ് സെലീനിയമാണ്. സെലീനിയം പൊതുവെ മലയാളികൾ കഴിക്കുന്നത് കുറവാണ്. സെലീനിയം മെയിൻലി ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരാണ്. US നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയിട്ടുള്ളൊരു സ്റ്റഡി 1700 പുരുഷന്മാരെയാണ് പരിശോധിച്ചത്. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ച് പേരുടെ സെലീനിയം അളവ് നോർമലായിരുന്നു. ഇവർ കഴിച്ച ഭക്ഷണത്തിൽ തന്നെയാണ് അവർക്ക് ആവശ്യമുള്ള സെലീനിയം കിട്ടിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ നോർമൽ ലെവലിൽ സെലീനിയം ഉള്ള ആൾക്കാർ എക്സ്ട്രാ സെലീനിയം സപ്ലിമെൻറ്റ്സ് കഴിച്ച സമയത്ത് അവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവുന്നതിൻ്റെ സാധ്യത 91% കൂടുതലായിരുന്നു എന്നാണ് കണ്ടുപിടിച്ചത്. അടുത്തായിട്ട് പറയാനുള്ളത് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആണ്. അതായത് വെറും പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന വേ പ്രോട്ടീൻ പോലത്തെ സപ്ലിമെൻറ്റ്സ്. ഇതും പ്രായം കൂടുതലുള്ള ആൾക്കാർ കഴിക്കുമ്പം ശ്രദ്ധിക്കണം. ദീർഘകാലമായിട്ട് പ്രഷറും ഷുഗർ, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അവരുടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പാടുള്ളൂ. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പക്ഷേ ഇത്തരത്തിലുള്ള അസുഖങ്ങളില്ല, അവരുടെ കിഡ്നി ഫങ്ഷൻ നോർമലാണ്, ഇവർക്ക് കഴിക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇനി പറയാനുള്ളത് പ്രോട്ടീനും എനർജിയും കൂടി അടങ്ങിയിരിക്കുന്ന കുറച്ച് ഹെൽത്ത് ഡ്രിങ്ക്സ് ആണ്. ഇത്തരത്തിലുള്ള ഹെൽത്ത് ഡ്രിങ്ക്സ് ആണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് തെറ്റിദ്ധരിച്ച് അധികം ആൾക്കാരും കൂടുതലായി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും എൽഡർലി പേഴ്സൺസ്. പല സ്റ്റഡീസിലും കണ്ടെത്തിയത് പ്രോട്ടീനും എനർജിയും കൂടി അടങ്ങിയിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക്സ്, ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ചെറിയ തോതിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. പ്രായം കൂടുന്നതിനനുസരിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് 30% വരെ കുറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ അവർക്ക് ചെറിയ രീതിയിൽ വെയിറ്റ് ഗെയിൻ നടക്കും. അതിൻ്റെ മെയിൻ റീസൺ ഈ പ്രോട്ടീൻ എനർജി ഡ്രിങ്കിൽ എനർജി അടങ്ങിയിട്ടുണ്ട് ഷുഗറിൻ്റെ രൂപത്തിൽ. പ്രോട്ടീൻ എനർജി സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുന്ന സമയത്ത് അവർക്ക് മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക് കുറയാൻ സാധ്യതയുള്ളത് ഓൾറെഡി അണ്ടർ നറിഷ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ്. അതായത് അവർ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പേ അണ്ടർ നറിഷ്ഡ് ആണെങ്കിൽ, വെയിറ്റ് കുറവാണ്, കഴിക്കുന്ന ഭക്ഷണം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മോർട്ടാലിറ്റീൻ്റെ ചാൻസസ് കുറയുന്നുള്ളൂ. നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹെൽത്ത് ഡ്രിങ്ക്, അത് പൊടി രൂപത്തിലാവാം, ഡ്രിങ്ക്സ് ആവാം, അതിൽ എന്താണ് അടങ്ങിയിട്ടുള്ളതെന്ന് കൃത്യമായി വായിച്ച് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനും സ്ഥിരമായിട്ട് കഴിക്കാനും. ഇത്തരത്തിലുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്കിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ആ വീഡിയോയും കൂടി കാണാം. ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി എല്ലാവർക്കും സംശയം മൾട്ടി വൈറ്റമിൻസ് കഴിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ്. മൾട്ടി വൈറ്റമിൻസിൽ എല്ലാ വൈറ്റമിൻസും ചെറിയ ചെറിയ മിനറൽസും ട്രേസ് മിനറൽസും ഒക്കെ വളരെ ചെറിയ അളവിലാണ് അടങ്ങിയിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സ്ഥിരമായിട്ട് കഴിക്കണോ വേണ്ടെന്നുള്ള തീരുമാനം ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം തീരുമാനം എടുക്കുക. നിങ്ങളുടെ ഡോക്ടർ സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും 2-3 മാസത്തേക്ക് കഴിക്കുക, പിന്നെ 1 മാസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. മൾട്ടി വൈറ്റമിൻസിനെ കുറിച്ചും ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ റിസ്ക്കും കമ്പയർ ചെയ്യുന്ന വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയും കൂടി കണ്ടതിന് ശേഷം മൾട്ടി വൈറ്റമിൻസ് കഴിക്കണോ വേണ്ടെന്നുള്ള തീരുമാനം നിങ്ങളെടുക്കുക. ഇനി നിങ്ങൾ ഏത് തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പിലുള്ള ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. എനിക്കറിയേണ്ടത് നിങ്ങൾ ദീർഘകാലമായി ഏതെങ്കിലും സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ്, ആ സപ്ലിമെൻറ്റിൻ്റെ പേര് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വൈറ്റമിൻസിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. നല്ല ഉറക്കത്തിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റിലും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.